ബിഗ് ബോസിൽ ഇപ്പോൾ ഫാമിലി വീക്കാണ്. ഒട്ടുമിക്ക എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും പേരൻസ് ഫാമിലിയിലേക്ക് എത്തിയിട്ടുണ്ട്. എത്താനുള്ളത് റസ്മിൻ്റെയും ജാസ്മിൻ്റെയും കുടുംബം മാത്രമായിരുന്നു. അവരും ഇന്ന് എത്തിക്കഴിഞ്ഞു. ഇന്ന് ബിഗ് ബോസിൽ നടക്കാൻ പോകുന്നത് സംഭവ ബഹുലമായ കാര്യങ്ങളാണ്. ഓരോ ദിവസവും കുടുംബം എത്തും എന്ന പ്രതീക്ഷയിലായിരുന്നു ജാസ്മിൻ. പൊതുവെ തുടക്കം മുതൽ വിഷയങ്ങളായിരുന്നതുകൊണ്ട് തന്നെ വീട്ടുകാരെ കണ്ടേ മതിയാകൂ എന്ന അവസ്ഥയിലാണ് ജാസ്മിൻ. എന്നാൽ പ്രൊമോ വന്നിരിക്കുന്നത് സംഭവബഹുലമായ സംഭവങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഗബ്രി വിഷയത്തിൽ രോഷത്തിലാണ് ജാസ്മിൻ്റെ കുടുംബം. ആ രോഷത്തിൽ തന്നെയാണ് അവർ വീട്ടിലേക്ക് കയറിയതും. ഉമ്മയും ഉപ്പയും വീട്ടിലേക്ക് കയറി മകളെ ഉപദേശിക്കുന്നതും മറ്റ് ചില നാടകീയ രംഗങ്ങളും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ജാസ്മിൻ്റെ പക്കലുള്ള ഗബ്രിയുടെ ഫോട്ടോ ഉപ്പ കീറിക്കളഞ്ഞു. മാലയും ഊരിയെടുക്കുന്നുണ്ട്. പകരം മറ്റൊരു മാല നൽകുന്നുണ്ട്. ഇനി ഈ ഗെയിം അവസാനിക്കുന്നത് വരെ ഈ മാല വേണം നിൻ്റെ കഴുത്തിലെന്നാണ് ജാസ്മിൻ്റെ ഉപ്പ പറയുന്നത്. ജാസ്മിൻ വളരെയധികം കരഞ്ഞ് സങ്കടപ്പെട്ട് അതിനെ എതിർക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഉപ്പ പറയുന്നുണ്ട്, മോളെ നല്ല മനസ്സോടെ അത് അത് മോക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഊരുന്നുണ്ട്. ആ ഫോട്ടോയും കൂടെ ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞ് ആ ഫോട്ടോയും ഉപ്പ എടുക്കുന്നുണ്ട്. എന്തായാലും പ്രേക്ഷകരെല്ലാം വളരെ ആകാംക്ഷയിലാണ്. അവർ ഇന്നത്തെ എപ്പിസോഡ് കാണാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വരില്ല. ഇന്ന് മെയ് 31 ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ശനിയും ഞായറും സാധാരണ എപ്പിസോഡ് പോലെ ടാസ്കുകളും ഫാമിലിയുമായിട്ടുള്ള നിമിഷങ്ങളുമായിരിക്കും കാണിക്കുന്നത്. തിങ്കളും ചൊവ്വയുമായിരിക്കും വീക്കെൻഡ് എപ്പിസോഡ് നടക്കുക. ജാസ്മിൻ്റെ ഉപ്പയ്ക്ക് അനുകൂലമായിട്ടുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും നിറയുന്നത്. ജാസ്മിൻ്റെ ഉപ്പ ഈ ചെയ്തത് വളരെ ശരിയാണെന്ന്, ഒരു പിതാവാണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് മറ്റൊന്നും ചെയ്യാനില്ല. കാരണം അവർ പുറത്ത് അതിൻ്റെ അത്രത്തോളം വിമർശനങ്ങൾ സഹിച്ചിട്ടാണ് വീടിനകത്തേക്ക് വന്നത്. ഒരു നിമിഷം ഇവരൊന്നും എത്തില്ലെന്നാണ് ജാസ്മിൻ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നത്. തനിക്കിനി ആരുമില്ലെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ മകളാണ്, ഒരു മാതാപിതാക്കൾക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല. അവരുടെ തെറ്റുകൾ എല്ലാ മാതാപിതാക്കളും ക്ഷമിക്കും. അങ്ങനെ ജാസ്മിനോട് ക്ഷമിച്ച് അവർ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്, ജാസ്മിനെ നേർവഴിയിലേക്ക് നടത്താൻ. കാരണം ഈ ഒരു ടോപ്പിക് അവസാനിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ നേരെ നിന്ന് കളിക്കുകയും ഒരുപക്ഷെ വിന്നർ ആവാൻ വരെ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ്. ഗബ്രി പോയതിനു ശേഷം ജാസ്മിനെതിരെയുള്ള വിമർശനങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ജാസ്മിന് കുറച്ചും കൂടി സപ്പോർട്ട് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാപ്പ വന്ന് ഗബ്രിയുടെ ഫോട്ടോ മാറ്റിയതിനും ജാസ്മിൻ്റെ കഴുത്തിൽ നിന്ന് ആ മാല ഊരിയെടുത്തതിനുമൊക്കെ വളരെയധികം നല്ല റെസ്പോൺസാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ജാസ്മിൻ്റെ വാപ്പ ചെയ്തത് 100% ശരിയാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം.